ഹലോ ഗൈസ്, അപ്പോൾ ഈ പറഞ്ഞേക്കും പോലെ ലോക കാണാനാണ് പോകുന്നത്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു, ഒരു നഷ്ടമല്ല. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മൾ ആറ്റിങ്ങിലുള്ള ഗംഗയിലാണ് പോകുന്നത്. അപ്പോൾ വേറൊന്നും പറയല്ല, കിടുക്കാച്ചി ഫിലിം എന്ന് വെച്ചാൽ കിടുക്കാച്ചി ഫിലിം. മലയാളത്തിൽ ഇങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. റിവ്യൂസ് ഒന്നും കണ്ടിട്ട് പോയതല്ല കേട്ടോ. മുമ്പ് ഒരു ഫിലിം കാണാൻ പോയപ്പോൾ ട്രെയിലർ കണ്ടതാണ്. അപ്പോഴേ വിചാരിച്ചതാണ് ഇത് എന്തായാലും കാണണമെന്ന്. കാരണം ഫീമെയിൽ മെയിൻ റോള് ലൈക്ക് സൂപ്പർ ഹീറോ ആയിട്ടൊക്കെ വരുന്നത് ഒത്തിരി ഇഷ്ടമാണ് എനിക്ക്. ഇതൊക്കെ ഞാൻ ഫിലിംസ്, ഡ്രാമ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരു മിത്തൊക്കെ ഈ ഒരു രീതിയിൽ ഫിലിമായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ വിഷ്വൽ എഫക്ട്സിൻ്റെ കാര്യം പറയാനില്ല, കിട്ടിലോസ്കി. പിന്നെ എനിക്കിതൊരു മലയാളം ഫിലിമാണോ എന്നൊരു ഡൗട്ട് തോന്നി. കാരണം അത്രയ്ക്കും അടിപൊളിയായിരുന്നു. അപ്പോൾ അതേ ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഇറക്കി ഓടിക്കളയരുത് എന്നുള്ളത് റിവ്യൂസിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ റിവ്യൂവും കണ്ടിട്ട് വന്നിട്ട് കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ സിനിമയൊക്കെ കണ്ടിട്ട് ദേ നമ്മൾ ഇറങ്ങി പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ദേ കയറാനും ഭയങ്കര ആൾക്കാരുണ്ടായിരുന്നു. അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര ബ്ലോക്കും ആയിരുന്നു. ഒരു അടിപൊളി സിനിമ കണ്ട് ഹാങ് ഓവറിൽ ദേ വിശപ്പൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി. കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന ആ ഒരു സന്തോഷത്തിൽ ഫുഡും കൂടെ കഴിച്ചിട്ട് പിരിയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ നമ്മൾ മസാല ദോശയും ഗീ റോസ്റ്റും ഒക്കെ ഓർഡർ ചെയ്തു. അടിപൊളിയായിട്ട് കഴിച്ചു. ആക്ച്വലി നമ്മൾ ഇവിടെ ഇരുന്നിട്ടും ആ ഒരു ഫിലിമിൻ്റെ ഹാങ് ഓവറിലായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു കാര്യം തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ഇന്നും ഈ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. കാരണം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന പിറ്റതാണ് കേട്ടോ. എന്നിട്ടും എനിക്ക് ആ ഒരു ഹാങ് ഓവർ മാറിയിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ കൊച്ചു പിള്ളേരെയൊന്നും കൊണ്ടുപോകണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് കേട്ടോ ഞാൻ. കാരണം അവർക്കിതൊന്നും ഡൈജസ്റ്റ് ആവത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചൊന്നും അറിയാമെന്നുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം വെളിയിൽ സംസാരിച്ചൊക്കെ നിന്നിട്ട് ദേ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹാപ്പി ഓണം. ടാറ്റാ ബൈ ബൈ, സീ യു.